എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് വീട്ടിൽ തന്നെ ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. ഈ ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെ കുറഞ്ഞ സമയവും വളരെ കുറഞ്ഞ ചെലവും മാത്രമേ ആവശ്യമുള്ളൂ. എണ്ണയൊക്കെ പറ്റിപ്പിടിച്ച പാത്രങ്ങൾ വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ ഈ ഡിഷ് വാഷ് ഉപയോഗിച്ച് നമുക്ക് പറ്റും. 1.5 മാസത്തേക്കുള്ള ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഏകദേശം 5-6 നാരങ്ങയോ അല്ലെങ്കിൽ അതിൻ്റെ തൊലിയോ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു 3 നാരങ്ങയും 3 നാരങ്ങയുടെ തൊലിയും എടുത്തിട്ടുണ്ട്. നാരങ്ങ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നാരങ്ങയുടെ തൊലി കൊണ്ടുണ്ടാക്കിയാലും നല്ല ഡിഷ് വാഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നാരങ്ങയുടെ കുരുവെല്ലാം മാറ്റി നാരങ്ങ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ നാരങ്ങ ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. 20 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരും. ഇവിടെ ഒരു 20 സോപ്പും കായ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പച്ച സോപ്പും കായാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് കുതിരാൻ വേണ്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. വെന്ത് വന്ന നാരങ്ങയുടെ തൊലിയിലേക്ക് സോപ്പും കായ ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഡിഷ് വാഷിൽ സോപ്പും കായും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒന്നുകൂടെ കൂടും. നാരങ്ങയുടെ കൂടെ സോപ്പും കായും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഡിഷ് വാഷിന് അത്യാവശ്യം പതയും ഉണ്ടായിരിക്കും. തിളച്ച് വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫാക്കാം. കുറച്ച് തണുത്ത് വരുമ്പോഴേക്കും നാരങ്ങയുടെ കഷ്ണങ്ങളും സോപ്പും കായും മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. സോപ്പും കായ്ക്ക് വളരെയധികം വിലക്കുറവാണിത്. അങ്ങാടി മരുന്ന് കടകളിലും വഴിയരികിലുമൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. സോപ്പും കായുടെ അകത്ത് ഇതുപോലെ കുരുണ്ട്, ഇതൊന്ന് മാറ്റിക്കളയണം. ഈ സോപ്പും കായ്ക്ക് എത്ര പതയുണ്ടെന്ന് ഇങ്ങനെ നോക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും. കുരുവെല്ലാം മാറ്റി ഇത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഡിഷ് വാഷിലേക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് കല്ലുപ്പും 1/4 കപ്പ് വിനാഗിരിയുമാണ്. കല്ലുപ്പില്ലാത്തവർ സാധാരണ പൊടിയുപ്പ് ഉപയോഗിച്ചാലും മതി. ഇവിടെ ഉപ്പും വിനാഗിരിയും ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പും വിനാഗിരിയും ചേർക്കുന്നത് കൊണ്ട് ഡിഷ് വാഷ് കേടാകാതെ ഇരിക്കാനും പാത്രങ്ങൾ നല്ല ക്ലീൻ ആകാനും കൂടുതൽ എളുപ്പമാകും. ഉപ്പും വിനാഗിരിയും നാരങ്ങ വെന്ത വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് ഉപ്പ് അലിഞ്ഞു വരുന്നത് വരെ അടുപ്പത്ത് തന്നെ വെക്കണം. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് അലിയുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ കൂട്ട തിളച്ച് വരുമ്പോഴേക്ക് തീ കുറച്ചിടണം, അല്ലെങ്കിൽ എല്ലാം കൂടെ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ഡിഷ് വാഷ് ഉണ്ടാക്കി നോക്കണം. കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീട്ടിലും ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാം. ഉപ്പ് നന്നായിട്ട് അലിഞ്ഞു വരുമ്പോഴേക്ക് നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം. കുറച്ച് തണുത്തതിന് ശേഷം ഇത് അരിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ബോട്ടിലുകളിലേക്ക് ഒഴിച്ചു വെക്കാം. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ഏകദേശം ഒരു 750 മില്ലി ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇനി ഈ ഡിഷ് വാഷ് കൊണ്ട് പാത്രങ്ങൾ എങ്ങനെ ക്ലീനാക്കി എടുക്കാമെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു മീൻ വറുത്ത പാത്രമാണ് അതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഡിഷ് വാഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ആക്കാനും മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.